ഈ ഹോർമൂസ് എന്ന് പറയുന്നത് ഒരു ചാൻസിൽ വന്ന ഒരു ഇഷ്യൂ ആണ്. ഹോർമൂസ് വാസ് ഓൾവേസ് ഓപ്പൺ. അപ്പൊ അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ആരും അത് യുദ്ധം ആരംഭിച്ചപ്പോൾ ഹോർമൂസ് തുറക്കുക എന്നുള്ള ഒരു ഇഷ്യൂ ആയിരുന്നതേ ഇല്ല. അപ്പൊ അത് വന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധ ഉണ്ടായി. പക്ഷെ അത് ഇപ്പോ അമേരിക്കൻ ബ്ലോക്കേഡ് അത് മാറ്റുകയാണെങ്കിൽ ഹോർമൂസ് തുറക്കാമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ എഗ്രി ചെയ്യപ്പെടുമായിരിക്കാം. രണ്ടാമത്തേത് ഒരു സീസ് ഫയറിന് തയ്യാറാകുമായിരിക്കും. രണ്ടു കൂട്ടർക്കും കൂടുതൽ സമയം ആവശ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും മാത്രമേ ഈ ചർച്ചകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. സോ ന്യൂക്ലിയർ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് രണ്ടു വശത്തു നിന്നും. അപ്പൊ അതുകൊണ്ട് ഇറാനെ കുറെ കൂടി ദുർബലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സീസ് ഫയർ എടുത്തിട്ട് ഒരു വലിയ അറ്റാക്ക് നടത്തുക എന്നുള്ളതായിരിക്കണം ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇവിടെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നോ ഒരു നിലയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക, ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ടോ? എത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ റാഷണൽ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും റാഷണൽ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ ഇത് അൺപ്രഡിക്റ്റബിലിറ്റി ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു കാലത്തും അത് സാധ്യമല്ല. ഡിപ്ലോമസിയിൽ നമുക്ക് വേണ്ടത് ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഒരു അൺസർട്ടൺ അല്ലാത്ത ചില പ്രിൻസിപ്പിൾ വേണം. ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ എന്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തും സംഭവിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതാണ് സർപ്രൈസ് എലിമെന്റ് ആണ് അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നെഗോഷിയേറ്റേഴ്സിനെ മാറ്റുക. ഇപ്പോ വാൻസിന് പകരം അദ്ദേഹത്തിന്റെ ക്രോണീസിനെയാണ് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു റാഷണാലിറ്റി അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ, ഒന്ന് ഈ ഹോർമോസിന്റെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ലോകത്തെ എനർജി ഇഷ്യൂവിൽ കുറച്ചൊരു വ്യത്യാസം വരും. രണ്ടാമത്തേത് ഈ ഏത് തരത്തിലെങ്കിലും ഇറാന്റെ ശക്തി കുറയ്ക്കുക എന്നുള്ളതുമാണ്. അപ്പൊ ഇത് രണ്ടുമായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസ് ഫയർ 22 വരെയാണ് വെടിനിർത്തൽ കരാർ ഇറാനിലുള്ളത്. അത് കുറച്ച് ആഴ്ചകൾ കൂടി നീട്ടുന്നു. US ഈ സൈനിക ഉപരോധത്തിൽ നിന്ന്, ഹോർമൂസിലെ ഉപരോധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇറാൻ ഒരല്പം താഴോട്ട് വന്ന് ഹോർമൂസ് തുറന്നു നൽകാമെന്നൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ പകുതിയിലേറെ ആശ്വാസമാണ് മറ്റു രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കുൾപ്പെടെ. അത് മാത്രമേ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനെ നിർവീര്യമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിലാണ് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ന്യൂക്ലിയർ ഇഷ്യൂവും അതുപോലെ ഹോർമോസ് ഇഷ്യൂവും ഒക്കെ സൈഡ് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ ഇറാനെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ക്ഷീണം, അദ്ദേഹം ഇൻവിൻസിബിൾ അല്ല എന്ന് അദ്ദേഹം വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. ഞങ്ങൾ ഇൻവിൻസിബിൾ ആണ്. അതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അത് പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹം ഈ അടുത്ത ഘട്ടം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിലേക്ക് അദ്ദേഹം നീങ്ങുമായിരിക്കും. അത് കുറച്ചൊക്കെ ആശ്വാസം എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ഒരു കരാറിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല.